തിരിച്ചു വന്നവയ്ക്ക് പിന്നെയും കണ്ടു ആമകളെ, നിറയെ ആമകൾ. കറങ്ങിയിട്ട് തീരണമുണ്ട്, ഒരിടത്തും എത്തണമില്ല. ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ കുറച്ചധികം നടന്ന് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഇച്ചിരി ഭംഗിയുണ്ട്. അവിടെ നിന്ന് ഞാനിതിൽ കൂടെ പിടിച്ച് നടന്നു. ഇവിടെ ഏതാണ്ട് കിളികളൊക്കെ അപ്പിയിട്ട് വെച്ചിരിക്കുമായിരുന്നു, കൈ നിറച്ച് അപ്പിയെ. ഇത് ഏതാണ്ട് കടലിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ എന്ന് പറയും പോലെയാണ്. കൈ കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പിന്നെ പൊടിമഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണ്ടായിരുന്നു. പിന്നെ 2-3 പോസ്റ്റൊക്കെ കൊടുത്തു. എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോയൊക്കെ കഴിച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്. അവിടെ ഇങ്ങനെ എന്തോ വഴിപാടുകളും സംഭവങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. പിന്നെ ഏറ്റവും ഭംഗിയുള്ള സംഭവം കണ്ടു, ഈ മയിലുകൾ. കുറേ മയിലുകളുണ്ടായിരുന്നു. മയിലുകൾ എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നാക്കൊളുക്കുന്നതുകൊണ്ടും ഷടപടയെന്നിരിക്കുന്ന നാക്കിലേക്ക് പെട്ടെന്ന് വന്നതുകൊണ്ടേ. പിന്നെ ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഓരോരോ എക്സ്പ്ലനേഷൻ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇത് എത്ര സമയം എടുത്തായിരിക്കും ഇങ്ങനെ ചെയ്ത് തീർത്ത്, എന്തോരം ആൾക്കാരുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറയാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. കാലുവേന എടുത്തിട്ടാണെങ്കിലും വയ്യ. ഒരുപാട് നിന്ന് കഴിഞ്ഞ് കോട്ട മൊത്തം എൻ്റെ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കണം. മതി വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് പുറത്തിറക്കി. എന്നിട്ട് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്ക സാധനം മേടിച്ചു തന്നു. ഇനി ഫോട്ടോ കാണാം. ഒരു സിംഗിളും എടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ കോട്ടയാത്ര. ബൈ.